ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈജിപ്തിനെതിരെയുള്ള മത്സരത്തിൽ വളരെയധികം ബുദ്ധിമുട്ടേറിയ കഠിനമായ ഒരു തുടക്കമാണ് മെസ്സിക്ക് ലഭിച്ചത്. മത്സരത്തിന്റെ 21ാമത്തെ മിനിറ്റിൽ അർജന്റീന പിറകിൽ നിൽക്കുന്ന സമയത്ത് അർജന്റീനക്ക് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് മെസ്സി അത് ഗോളാക്കിക്കൊണ്ട് സമനില നേടിക്കൊടുക്കും എന്നുള്ളതാണ്. പക്ഷേ ആ പെനാൽറ്റി മെസ്സി പാഴാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈജിപ്ത് ഗോൾ കീപ്പർ അത് കൃത്യമായി കൊണ്ട് സേവ് ചെയ്തു. ഇതോടുകൂടി നാണക്കേടിന്റെ റെക്കോർഡുകളാണ് മെസ്സിക്ക് ലഭിച്ചത്. ഒരു വേൾഡ് കപ്പിൽ 2 പെനാൽറ്റികൾ പാഴാക്കുന്ന ഏക താരമായി കൊണ്ട് മെസ്സി മാറി. വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റികൾ പാഴാക്കിയ താരം എന്ന റെക്കോർഡും മെസ്സിയുടെ പേരിലായി. 4 പെനാൽറ്റികൾ ഇതിനോടകം തന്നെ മെസ്സി പാഴാക്കി കളഞ്ഞിരുന്നു. ആകെ ലഭിച്ച 8 പെനാൽറ്റികളിൽ പകുതി പെനാൽറ്റികളും മെസ്സി പാഴാക്കി കളഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് നാണക്കേടിന്റെ റെക്കോർഡുകളായിരുന്നു മെസ്സിക്ക് അവിടെ ലഭിച്ചിരുന്നത്. മാത്രമല്ല പിന്നീട് ഒരു ഗോൾ കൂടി അർജന്റീന വഴങ്ങി. അങ്ങനെ മത്സരത്തിന്റെ 79ാമത്തെ മിനിറ്റ് വരെ അർജന്റീന 2 ഗോളുകൾക്ക് പിറകിലായിരുന്നു. അർജന്റീനയുടെ എല്ലാ സാധ്യതകളും അവസാനിച്ചു എന്നുള്ളത് എല്ലാവരും കണക്ക് കൂട്ടിയ ഒരു സമയമായിരുന്നു അത്. പക്ഷെ പിന്നീട് മെസ്സിയുടെ രാജകീയ വാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അർജന്റീന ഓൾ ഔട്ട് അറ്റാക്ക് നടത്തുന്നു. അതിന്റെ ഫലമായി കൊണ്ട് 79ാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യൻ റൊമേറോയുടെ ഗോൾ പിറക്കുന്നു. മെസ്സിയുടെ കിഡിലൻ ക്രോസ് വരുന്നു, അത് റൊമേറോ ഗോളാക്കി മാറ്റി എന്നുള്ളതാണ്. അവിടെ മെസ്സിക്ക് ഒരു അസിസ്റ്റ് ലഭിച്ചു. പിന്നീട് 83ാമത്തെ മിനിറ്റിൽ മെസ്സി തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ബോക്സിനകത്ത് വലിയ കൂട്ടപ്പൊരിച്ചിൽ സംഭവിക്കുന്നു. തുടർന്ന് ലഭിച്ച പന്ത് മെസ്സി പവർഫുൾ ഷോട്ടിലൂടെ ഗോളാക്കി മാറ്റി എന്നുള്ളതാണ്. അങ്ങനെ മെസ്സിയുടെ ഒരു ഗോളാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. മെസ്സിയാണ് അർജന്റീനയുടെ തിരിച്ചുവരവിന് ചുക്കാൻ പിടിച്ചത്. ഒരു അസിസ്റ്റ് നൽകുന്നു, ഒരു ഗോൾ നേടുന്നു. പിന്നീട് എൻസോ ഫെർണാണ്ടസ് കൂടി ഗോൾ അടിച്ചതോടെ അർജന്റീന അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവ് നടത്തുകയായിരുന്നു. മെസ്സി തന്നെയാണ് അർജന്റീനയെ മുന്നിൽ നിന്നും നയിച്ചത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. മെസ്സിയുടെ പ്രകടനത്തിന്റെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണ്. 91 ടച്ചുകൾ, 51 പാസുകളിൽ 42 സക്സസ്ഫുൾ ആയിക്കൊണ്ട് അദ്ദേഹം പൂർത്തിയാക്കി. എതിരാളികളുടെ ബോക്സിൽ 12 ടച്ചുകൾ, 8 ഡുവൽസ് വോൺ ചെയ്തു, 6 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 7 ടൈക്കോൺസിൽ 5 സക്സസ്ഫുൾ ആയി. ടാർഗറ്റിലേക്ക് 2 ഷോട്ടുകൾ, 2 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, ഒരു ഗോൾ നേടി, ഒരു അസിസ്റ്റ് സ്വന്തമാക്കി. ഇങ്ങനെയാണ് മെസ്സിയുടെ ഒരു പ്രകടനം വരുന്നത്. മാത്രമല്ല ഒരുപാട് റെക്കോർഡുകൾ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിയ താരം എന്ന റെക്കോർഡ് ഇപ്പോൾ മെസ്സി തൻ്റെ സ്വന്തം പേരിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആകെ 21 ഗോളുകൾ മെസ്സി ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ വേൾഡ് കപ്പിൽ മാത്രമായി മെസ്സി 8 ഗോളുകൾ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. തുടർച്ചയായി വേൾഡ് കപ്പ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡ് മെസ്സി തൻ്റെ സ്വന്തം പേരിലാക്കി കഴിഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ടും മെസ്സിയുടെ ഒരു സംഹാര താണ്ഡവമാണ് ഈ മത്സരത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പെനാൽറ്റി പാഴാക്കിയതിനുള്ള ഒരു പ്രായശ്ചിത്തം മത്സരത്തിന്റെ അവസാനത്തിൽ മെസ്സി ചെയ്യുകയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.